എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അങ്ങനെ കാണുന്ന തമാശകൾക്കൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ? ആ ദ്വാർത്ഥ പ്രയോഗം ഓക്കെയാണോ? അവർക്ക് ഓക്കെ, അതിന്റെ ദ്വാർത്ഥ പ്രയോഗം ഓക്കെ ആണല്ലേ? അത് കൊള്ളാലോ. ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ വെക്കുമ്പോ അത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ? എങ്ങനെയാണ് ഉണ്ടാവുക? ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത്, അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്തെന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും. അവൻ പീഡകനായി, അവൻ പീഡകനായി, പോക്സോക്കാരനായി, അവൻ പെർവേർട്ടായി, റേപ്പിസ്റ്റായി. നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസ് എടുക്കാത്ത എന്താ പോലീസെ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം. 2 വർഷം മുമ്പുള്ള മോൺസ്റ്റർ സിനിമയുടെ കാലം മാറിയാ? ഞാൻ പേര് പറയേണ്ടത് വിചാരിച്ചാണ് നിങ്ങൾ. അതായത് മോൺസ്റ്റേഴ്സ് പ്രമുഖമായ ഒരു നടൻ നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. നമ്മൾ സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു. കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെങ്കിലും വേണം. വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. നമ്മുടെ മുഖ്യധാര ആങ്കർമാർ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുക. എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം? ഇനി അദ്ദേഹം പറഞ്ഞ് അങ്ങ് പറയുന്നത് ശരിയായില്ലെന്നിരിക്കട്ടെ, ബാലാവകാശ മിഷൻ ശാസനം നൽകി വിടട്ടെ. നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ, തിരിച്ചാഞ്ഞടിക്കാൻ ഒരു അവസരമാണ്. ഞാൻ കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ കാര്യം പറഞ്ഞു. സുരേഷ് ഗോപി വിഷയത്തില് ആ വീഡിയോ താങ്കൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. 2 തവണ തോളിൽ കൈയിടാൻ പോയപ്പോൾ മാറിയതാണ്. അങ്ങനെയുള്ള ഒരു കാര്യം എന്റെ ബോഡിയിൽ എന്റെ ഇഷ്ടമല്ലാതെ ഒരു പുരുഷൻ പിടിക്കുന്നത്, തൊടുന്നത് 100% തെറ്റാണ്. അതുകൊണ്ടാണ് ഷിബില ഐ ആം സോറി എന്ന് ആ വ്യക്തിയോട് അവര് വളരെയധികം സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ്. പക്ഷേ അത് ഇതിനെക്കാട്ടി ക്യാമറ വെക്കുമ്പോ അത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്കുണ്ട്. എങ്ങനെയാണ് ഉണ്ടാവുക? എന്റെ ബോഡിയിൽ എന്റെ അനുവാദമില്ലാതെ ഒരു പുരുഷൻ തൊടുന്നത് പഞ്ച് ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയാം. ഈ 12 ക്യാമറയുടെ മുമ്പിൽ വെച്ച് MP ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യൂ? അപ്പൊ പറഞ്ഞതിന്റെ പഞ്ച് ഡയലോഗ് പറയാം. ഇത് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിലും. ബോബി ചെമ്മണ്ണൂർ ഇനോഗ്രേഷന് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ ഹണി റോസിന്റെ കയ്യിൽ തൊടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല. പക്ഷേ അവിടെ ഇട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ പറയണേ ഒരു കറക്കുകയും മാല കാണിക്കുകയും ചെയ്തത് ഇവര് തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്തിട്ട് 5 മാസത്തിന് ശേഷം സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം വേണ്ടി? നിങ്ങൾക്ക് പഞ്ച് ഡയലോഗ് പറയാം, അതായത് യെസ് പഞ്ച് ഡയലോഗ് പറയാം. പക്ഷേ അങ്ങനെ ആ സ്ത്രീ അങ്ങനെ ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തിൽ തൊടുന്ന ഒരു കാരണവശാലും യോജിക്കുന്ന കാര്യമല്ല. പക്ഷേ ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്കായിട്ട് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് അറിയാമോ? ആ സെക്ഷൽ അസോൾട്ട് എന്ന വാക്ക് വേണം. ഇന്നലെ 1-2 മുഖ്യധാരാ ചാനൽ ഞാൻ പോയിരുന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്നൊന്ന് ഞെട്ടി. നമ്മൾ സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു. കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെങ്കിലും വേണം. വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ. കാര്യം സ്ത്രീകൾക്ക് നേരെ വെർബൽ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു, വെർബൽ റേപ്പിസ്റ്റ് ആക്കുന്നു, കുറച്ച് കഴിഞ്ഞ് വെർബൽ മാറ്റുന്നു, റേപ്പിസ്റ്റ് മാത്രമാക്കുന്നു. ഞങ്ങൾ പരിഹാരം കഴിച്ച് ജീവിക്കുന്നൊക്കെ അല്ലേ ഈ നമ്മൾ അനുഭവിച്ച വീഡിയോ ആണോ അവർ പങ്കുവെച്ചത് മാഡം? സമൂഹ മാധ്യമങ്ങൾ പങ്കുവെച്ചിട്ടുള്ള വീഡിയോകളെല്ലാം അദ്ദേഹം പല ദ്വയാർത്ഥങ്ങളും തൃശ്ശൂർ പൂരം അടക്കമുള്ള ദ്വയാർത്ഥങ്ങൾ തെറ്റാണ്, 100% തെറ്റാണ്. ഞാൻ ഏത് വാക്കാണ്? അതെ അങ്ങനല്ലേ പറഞ്ഞത്? അല്ല ആ വാക്ക് തെറ്റാണ്. എനിക്ക് വേണമെങ്കിൽ ഞാൻ അതിലൊരു വരി കൂടെ പറഞ്ഞോട്ടെ. ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയണേ? ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ്. ഷഫാഖ് നാസ് എന്ന നടിയെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞത്. ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണിവർ. അവർക്കും അവര് സുന്ദരിയാണ്, അവരെക്കാട് സുന്ദരിയാണ് ഹണി റോസ്. അപ്പൊ അവരെ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ ഇത് പറഞ്ഞത് എന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല.
ബോച്ചയെ ഇഷ്ടപ്പെടുന്നവരും പറഞ്ഞത് എന്താണ്? ബോച്ചെ ചെയ്തത് തെറ്റാണ്, അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലർ ആയാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാര് കൂടുള്ള പെമ്പിള്ളാരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും, മോശമാക്കും. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും. ഇതേപോലെ തന്നെ നമ്മുടെ കുമാരി ഹണി റോസോ അല്ലെങ്കിൽ ശ്രീമതി അമല പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷന് പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത്, വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത്, ഒരു പബ്ലിക് ഡെക്കോറമുള്ള സ്ഥലത്താണ് പോകുന്നത്. ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത്. അതായത് പബ്ബ് വേറെ, പള്ളിക്കൂടം വേറെ. പബ്ബിൽ പോകുന്ന ഡ്രസ്സ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടത്തിൽ പോകുന്നത്. പള്ളിക്കൂടത്തിൽ പോകുന്ന ഡ്രസ്സ് ഇട്ട് പബ്ബിലും പോകണമെന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ അങ്ങനെ പോകുന്നതിൽ ആരും തെറ്റില്ല. പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ പോയി നമ്മുടെ കസവ് സാരി ഉടുത്ത് ഹാഫ് സാരി ഉടുത്ത് പോകണമെന്ന് ആരും പറയുന്നില്ലല്ലോ. പക്ഷേ അതേപോലെ ഡ്രസ്, ഞാൻ എന്തുകൊണ്ടാണ് ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണെന്ന് സൂചിപ്പിക്കാനാണ്. കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഹണി റോസിന് ധാരണയുണ്ടെങ്കിൽ അങ്ങനെയല്ല. വളരെ ബഹുമാനത്തോടു കൂടി പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസ് ആണ് ഹണി റോസും. മറ്റേ തെലുങ്കില് നമ്മുടെ വീരസിംഹ റെഡ്ഡിയിലും നന്ദമൂരി ബാലകൃഷ്ണന്റെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ചാണ്. അതേപോലെ അമലാപോളും പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ്. അമലാപോളിന്റെ വിഷയം നിങ്ങൾ കണ്ടു കാണും. എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ ഉള്ളൊരു കോളേജിൽ പള്ളിയിലച്ചന്മാരും വിദ്യാർത്ഥികളും ഒക്കെ ഇരിക്കുന്ന വേദിയിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സും ഒരു മൈക്രോ മിനി സ്കേർട്ടും ഇട്ട് അവരവിടെ ചെല്ലുന്നത് ഒരു ഡെക്കോറത്തിന്റെ ഇൻഅപ്രോപ്രിയേറ്റ്നെസ് ഉണ്ട്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് പക്ഷെ പറയുമ്പോൾ പ്രകോപിതാവും. അങ്ങനെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ ഏതെങ്കിലും നമ്മുടെ ചാനൽ അതേപോലൊരു ആളെ അങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു വാർത്ത വായിപ്പിക്കൂ. ഏതെങ്കിലും ഒരു ചാനൽ അതേപോലത്തുള്ള ഡ്രസ് കോഡ് ഇട്ട ഒരു വ്യക്തി, ആ ഡ്രസ് കോഡിന് ഒരു പ്രശ്നമല്ല, നൈറ്റ് ക്ലബ്ബിൽ പ്രശ്നമല്ല, പബ്ബിൽ പ്രശ്നമല്ല, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാനലുകളിൽ അത്തരം ഡ്രസ് കോഡ് ഇട്ട് വരുന്ന ഒരു വ്യക്തിയെ എന്നാൽ നിങ്ങൾ വാർത്ത വായിക്കാനിരുന്നോളൂ എന്ന് പറയൂ. എന്തുകൊണ്ടാണ്? ഒരു ഡീസൻസിയും ഡെക്കോറും ഉണ്ട്. ഇത് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. കണ്ണടച്ചിരുട്ടാക്കിയിട്ട് അതിനെ പുരോഗമനം എന്ന് വിളിക്കുകയാണ്. ക്ഷമിക്കണം, ഞാൻ താങ്കളുടെ ശരിയാണ് പറയുന്നത്. താങ്കളുടെ ചാനൽ ഇരുത്തൂ, അങ്ങ് പറഞ്ഞോളൂ. അങ്ങയുടെ ചാനൽ ഇരുത്തൂ എന്ന് പറഞ്ഞാൽ ഇപ്പം പിൻവലിക്കാം. അതാണ് അല്ല സാർ, എന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. ആ കാഴ്ചപ്പാട് താങ്കളുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനലിലും അത്ര റിവീലിംഗ് ആയ ലോ നെക്കിനെയുള്ള ഒരു ഡ്രസ് ഇല്ലാത്തത്. കൊടുത്തോട്ടെ, അത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യം. ബോച്ചെ പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാ കേൾക്കാൻ പറ്റാത്തതെന്ന് അറിയാമോ? അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും. അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല, ബോച്ചെ പറഞ്ഞത് തെറ്റാണ്, ബോച്ചെ മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ ഈശ്വറിന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും. അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചയെ ന്യായീകരിക്കുകയാണെന്ന് പറയുകയാണ്. ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ പറയുന്ന ഒന്നല്ലേ. പക്ഷെ ബോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല, തെറ്റാന്ന് പറയുന്നുണ്ട്. മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത്? കേട്ട് കഴിഞ്ഞാൽ ഹണി റോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ്, ഹണി റോസിന് നേരെയുള്ള വിമർശനം വരും. ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ട് ഇല്ല. ഇപ്പം നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി, അമല പോൾ, ഞാൻ ഒരു ഹണി റോസിനെ മാത്രം പറയാതിരിക്കാനാണ് പറയുന്നത്, ഇനി വേറൊരു നടിയെ മോശമാക്കി പറയാനല്ല. അമല പോൾ അന്ന് കോളേജിലിട്ട വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ആങ്കറെ നിങ്ങൾ ഇരിക്കാൻ സമ്മതിക്കൂ? അപ്പൊ ഇത് പ്രശ്നം എന്താ അറിയാവോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ്, ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്താൽ രസമാണ്. പക്ഷെ അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും ആകുമ്പോഴേ നമുക്ക് പൊള്ളുള്ളൂ. ബോധപൂർവം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും കുറച്ചധിക ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും അതിൽ കൈയടിക്കുന്നതും ആരാണ്? കാര്യം അങ്ങനെ ബോച്ചയെ ജയിലിൽ കിടന്നാൽ അവർക്ക് എന്തോ വിജയം കിട്ടിയെന്നും അവർ പറഞ്ഞ നിലപാട് വിജയിച്ചു എന്ന് കരുതുന്നതാണ് ഒരുപാട് പേർ. അതായത് ഇത് രഹസ്യമായിട്ടൊന്നുമില്ല കേട്ടോ, പരസ്യമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യധാര ആങ്കർമാർ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുകയാണ്. ഇതിന്റെ മറുവശം എന്താ അറിയാമോ? എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കാനാണ് താല്പര്യം. ഇത് നിങ്ങൾ കൊടുക്കണമെന്നില്ല, കാര്യം നിങ്ങളുടെ ചാനലിന്റെ ഒരാളുടെയാണ്. ഇതേപോലെ തന്നെയാണ് മറുഭാഗത്ത് മാധ്യമങ്ങളെ ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ? കാര്യം എന്തുകൊണ്ടാ? എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം, എല്ലാവർക്കും എല്ലാവരെയും ഏറി കയറ്റണം, എല്ലാവർക്കും എല്ലാവരുടെയും ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്ന്
ഇവിടുന്ന് വീഴുന്നതിനെ ചാടിപ്പിടിച്ച് മോശക്കാരാക്കണം. ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകട്ടെ എന്ന് കൂടെ വിചാരിച്ചല്ലേ. നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് വിനീതും കാവ്യാമാധവനും അല്ലെങ്കിൽ മഞ്ജു വാര്യരും നവ്യ നായരും ഒക്കെ ഉയർന്നു വരണമെന്ന് വിചാരിച്ചിട്ടല്ലേ. അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപേണ ഒരു കാര്യം പറഞ്ഞു. അതിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു, പോക്സോ ഇടണമെന്ന് പറയുന്നു. എന്തിനാണ്? കാര്യം എല്ലാവർക്കും എല്ലാവരും എയറിലാക്കണം. ഏതെങ്കിലും ഒരു വാക്ക് തെറ്റ് പറഞ്ഞാൽ തമാശ പറഞ്ഞല്ലേ സാർ? ആരെങ്കിലും മനഃപൂർവ്വം മോശമായി പറയുന്നതാണോ? ഇതെന്താ പറയണേന്ന് അറിയാമോ? ഇതെന്തുകൊണ്ടാ പറയുന്നത്? കാര്യം ഇന്ന് ഇതിനെ ബോച്ചയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർ ഇന്നലെ ബോച്ചയും ദ്വയാർത്ഥം, ഡോക്ടർ അരുൺകുമാറും ദ്വയാർത്ഥം. എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം? ഇനി അദ്ദേഹം അങ്ങ് പറയുന്നത് ശരിയായില്ലെന്നിരിക്കട്ടെ, ബാലാവകാശ കമ്മീഷൻ ശാസനം നൽകി വിടട്ടെ. ഡോക്ടർ അരുൺകുമാറിനെ പോലെ മുതിർന്നൊരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല. ഈ കേസെടുത്ത് പേടിപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ കേസിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ? ബാലാവകാശ കമ്മീഷൻ സ്വയം കേസെടുത്തതല്ലേ? എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? അങ്ങനെ കാണുന്ന തമാശകൾക്കൊക്കെ ഈ നാട്ടിൽ രാഷ്ട്രീയക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിനെതിരെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ? ഈ പറയുന്നതിനല്ല, പറയുന്നത് വലിയ തത്വമാണ്. ഇന്നലെ ഞാൻ ആളുടെ അല്ല, ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ എന്ന ഒരാൾ എന്നെ വിളിച്ചിരുന്നു. നമുക്ക് പുള്ളി സന്തോഷത്തോടാണ് എന്നെ ഇന്നലെ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് പറ്റി? ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ച് വിട്ടില്ലേ, തിരിച്ചാഞ്ഞടിക്കാൻ ഒരു അവസരമാണെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങേരോട് വ്യക്തിപരമായ വിരോധം വല്ലതും ഉണ്ടോ? ഇത് ആശയപരമായി ഞങ്ങൾ പരസ്പരം ഇരിക്കുമ്പോൾ അടിയാണ് സ്ഥിരം. അരുണിൻ്റെ പേര് അരുണെന്നും എൻ്റെ പേര് രാഹുൽ എന്നുമാണെന്ന് ഒഴിച്ച് ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല. പുള്ളി ഒരു ലെഫ്റ്റ് ലിബറലാണ്, ഞാൻ റൈറ്റ് കൺസർവേറ്റീവാണ്. പക്ഷേ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള ഗൗരവം, ഇനി പോക്സോ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല, മുമ്പ് നമ്മുടെ ഏറ്റവും മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള സ്ത്രീകൾക്കെതിരെ വരെ ചുമത്തിയിട്ടില്ലേ? ഇതൊക്കെ ആൾക്കാരെ ഹരാസ് ചെയ്യാനും പേടിപ്പിക്കാനുമുള്ള തന്ത്രമാണ്. നിങ്ങൾക്കറിയില്ലേ? ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നാളെ നിങ്ങളുടെ വായിൽ നിന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്യുക. കുട്ടികൾക്ക് വേണ്ടിയാണ് പോരാട്ടം എന്നൊക്കെ പറയുന്നതിനെ സ്വയം ഒരു ഉളുപ്പ് വേണ്ടേ? ബോച്ചെ പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ അങ്ങ് പക്ഷേ ഒരു മിനിറ്റ് താമസിച്ചുകൊണ്ടായിരിക്കും ബോച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ്, ക്രൈം അല്ല. അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാര്യത്തിൽ പറഞ്ഞു ഞാൻ സിനിമാ നടന്മാരുടെ പേര് പറയുന്നില്ല, കാര്യം ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്ത് പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാതെ പറയാം. ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് 2 വർഷം മുമ്പുള്ള മോൺസ്റ്റർ സിനിമയുടെ കാലം മാറിയാ. ഞാൻ പേര് പറയേണ്ടെന്ന് വിചാരിച്ചാണ് നിങ്ങൾ. അതായത് മോൺസ്റ്റേഴ്സ് പ്രമുഖമായൊരു നടൻ ഈ പ്രമുഖമായ നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലൊരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിൻ്റെ പേരുള്ള ലോട്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടെ എക്സ്പ്ലിസിറ്റായി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചിറങ്ങി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പം അവരെ ഡിഫെൻഡ് ചെയ്യാൻ എന്ത് പറയുന്നറിയോ? അതൊക്കെ സിനിമയല്ലേ എന്ന്. ഈ മര്യാദ കുറച്ചു കാലം മുമ്പ് നമ്മൾ ആരും, ഞാൻ ഒരു വരി കൂടി അല്ല, മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ. കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തടക്കമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോൾ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ, മമ്മൂട്ടിയുടെ സംവിധായകൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ. ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളിൽ 99% മാധ്യമങ്ങൾക്കെതിരാകുന്നത്. ഇത് കാരണമാണ്. ക്ഷമിക്കണം, നാണം ചോദിക്കണം, ഞാൻ പറഞ്ഞ ഫ്ലോയിൽ ആ ദ്വയാർത്ഥ പ്രയോഗം പ്രൊമോട്ട് ചെയ്യാമോ സാർ? ആ ദ്വയാർത്ഥ പ്രയോഗം സെക്ഷുവലി കളർഡ് റിമാർക്ക് അല്ലേ മാഡം? ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെ ആണോ മാഡം? ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെ ആണോ? അവർക്ക് ഓക്കെ ആകുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഓക്കെ ആണല്ലേ? അത് കൊള്ളാലോ. അവർക്ക് ഓക്കെ ആകുന്ന അല്ലല്ലോ ഒരു സെക്കൻഡ് സാർ, അവർക്ക് ഓക്കെ ആകുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഓക്കെ ആണോ? ഇതിന്റെ പ്രശ്നം എന്താ? അതായത് ഹണി ഇപ്പൊ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇരിക്കുന്ന പല എല്ലാവർക്കും അല്ല, ഹണി റോസിനെ വിമർശിക്കാൻ പോലും പാടില്ല, പക്ഷേ ബോച്ചയെ പരമാവധി വേട്ടയാടണം. ഹണി റോസ് അതായത് ബോച്ചെ പറഞ്ഞത് തെറ്റാൻ സമ്മതിക്കാം, പക്ഷേ ഹണി റോസിന് മിതത്വം വേണമെന്നുള്ള വാദഗതി പറഞ്ഞാൽ ഒരു പുരോഗമന ആകാശവും തകർന്നു വീഴാൻ പോകുന്നില്ല. ഇതൊരു കപട പുരോഗമനവാദമാണ്. അതായത് കപട സദാചാരവാദം ഉള്ളതുപോലെ ഈ കപട പുരോഗമനവാദം കാരണമാണ് ആണുങ്ങളെ നിയന്ത്രണം ടാർഗറ്റ് ചെയ്തത്. ഹണി റോസിനെതിരെ
വ്യാപകമായി വിമർശനമുണ്ട്, കേരളം മുഴുവൻ അവർക്കെതിരെ തിരിയുന്നു എന്ന് അവർക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നതുകൊണ്ട് മാത്രമല്ലല്ലോ. അതായത് നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക. ഒരു സൈഡിൽ മുഖ്യമന്ത്രി, ഒരു സൈഡിൽ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, ഒരു സൈഡിൽ പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ. അതായത് ഹണി റോസിനെതിരെ കമന്റ് ഇട്ട പലർക്കെതിരെ പോലും കേസ് വന്നു. ശ്രദ്ധിച്ചു കാണും. ഇത്രയും ഉണ്ടായിട്ടും രാഹുൽ ഈശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴവും നോക്കിയാൽ അതിലെ ഒരു ചാനലിന്റെ ഇത് എനിക്ക് ഫ്ലവേഴ്സ് ന്യൂസ് 24 ആണെന്നു ടോപ്പ് ഇന്ത്യയിൽ, അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ 1 ട്രെൻഡിങ് ആയി. അതിന്റെ താഴെയുള്ള 10,000 കമന്റ് എടുത്തു നോക്കുക. 1-2 കമന്റ് ഒഴിച്ച് 99.99% ഇതിനെ അംഗീകരിക്കലാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരുട്ടാവൂ, നാട്ടുകാർക്ക് ഇരുട്ടാവൂ. നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ, നാട്ടുകാർക്ക് ഇരുട്ടാവും. ഇനി ഒരു കാര്യം കൂടെ, ഇതിനർത്ഥം ഞാൻ ഫ്ലോ ഒന്നും ഇല്ലാത്തവന്നല്ല. ഞാൻ പല ചാനലുകളും പറഞ്ഞു, എനിക്ക് പറ്റിയ ഓണസ്റ്റ് ആയ ഒരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു. നേരെ എന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ നേരിൽ ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ സാർ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് മിനി മാഡം ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അതിജീവിത എന്ന വാക്കിന്റെ കൂടെ ഞാൻ പറഞ്ഞുകൂടാത്ത പ്രാസം ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു. ചർച്ച ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വെച്ചതാണ്. ആ വാക്ക് തികച്ചും തെറ്റാണ്. എന്നോട് അവിടെ ഞാനും മിനി മാഡം എന്നും അടിയാണ്. മിനി മാഡം എന്നോട് പറഞ്ഞു, രാഹുൽ ഈശ്വർ ആ വാക്ക് ഉപയോഗിക്കരുത്, ആ വാക്ക് ശരിയല്ല. അപ്പോൾ അവിടെ ആന്റണി പെരുമ്പാവൂരടക്കമുള്ള സെറ്റിലെ ആൾക്കാരുണ്ട്, അത് അവർ പറഞ്ഞു ശരിയല്ല, കറക്റ്റാണ് മാഡം, ആ പറഞ്ഞത് പോയിന്റ് ഉണ്ട്. കാര്യം ആ ഒരു വാക്ക് പോപ്പുലറൈസ്ഡ് ആയാൽ ആ വാക്ക് വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെയും മിസ്യൂസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നാളെ ജെനുവിൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും. ആ വാക്ക് അതിനുശേഷം ഇന്ന് ഞാൻ എൻ്റെ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹിക മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം. പക്ഷേ ഇതിന് 3 വർഷം ബോച്ചയെ ജയിലിലിടണം എന്നൊരു നിർബന്ധ ബുദ്ധി ഹണി റോസ് പിടിക്കരുത്. ഇതിന് 3 വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത്. സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ റോങ് ആയി കാണണം. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയെ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതായത് കുറച്ചൊന്ന് സെക്ഷുവലി ടിറ്റിലേറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ, ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത്. ഇതൊന്നുമില്ലാതെ തമാശയ്ക്ക് ചാനലിരുന്ന ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ വേറൊരാക്കോ ആരാണെങ്കിലും XYZ ഇവർ, അല്ലെങ്കിൽ നാളെ ഞാൻ ഏതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം, ആണുങ്ങളെ ജയിലിലിടുന്നതാണ് പുരോഗമനവാദം. സ്ത്രീപക്ഷ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ IG പറഞ്ഞതുപോലെ പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി നിന്നാൽ കേസെടുക്കാൻ വകുപ്പുണ്ടെന്നൊക്കെ. ഇല്ലെന്ന് പുള്ളിക്ക് അറിയാം, ഇല്ലെന്ന് നമുക്കും അറിയാം. പക്ഷേ ഇത് പറയുന്നത് എന്തിനാണ്? നിങ്ങളുടെ കൈയ്യടി കിട്ടാനാണ്. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ കൈയ്യടി കിട്ടാനാണ്. ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ, ഒരു പോലീസിന്റെ IGക്ക് വകുപ്പൊന്നും അറിയാത്തല്ലോ, ഒരു പെൺകുട്ടിയെ 14 സെക്കൻഡ് നോക്കി നിന്നാൽ ആ പയ്യനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് IG ആയ നമ്മുടെ കേരള പോലീസിലെ സിംഗമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷിരാജ് സിംഗ് സാർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കൈയടിക്ക് വേണ്ടിയാണ്. നിങ്ങൾ മീഡിയക്കാരത് കൈയടിക്കും, ഋഷിരാജ് സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും. എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ, ഇംഗ്ലീഷ് ഭാഷയെ പറഞ്ഞാൽ അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊണ്ടുവരണം. കുറച്ചുകൂടെ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞത് ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്. ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ്. ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്തെന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ആണ്. അങ്ങനെയല്ല, ബോച്ചയ്ക്ക് തെറ്റുപറ്റി, ആ തെറ്റ് അദ്ദേഹം ഏറ്റുപറയണം. എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൂടെ, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചത്, നിങ്ങളെല്ലാം കേട്ട് കാണും. പൊതു സ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഹൈക്കോടതി ചോദിച്ചതാണ്. അപ്പോൾ ബോച്ചെ തൻ്റെ അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ തൻ്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു, ശരിയാണ് സാർ, അത് തെറ്റാണ്, താൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. കോടതിയുടെ പോലും സമീപനം നോക്കൂ, രാഹുൽ ഈശ്വറിന് വേണ്ട, കോടതിയുടെ പോലും സമീപനം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിട്ടാല സന്തോഷം. ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല, നാളെ ഏതൊരു ആണിനെ കിട്ടിയാലും കുറച്ച് ദിവസം അവൻ ജയിലിൽ കിടക്കട്ടെന്ന് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത്. ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും ബാധകമാവും. നാളെ വ്യാജ പരാതിയോ അർത്ഥസത്യത്തിലുള്ള പരാതിയോ നിങ്ങൾക്കെതിരെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിപ്പോവും. നിങ്ങളടക്കമുള്ള നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിപ്പോവും. വേറെ ആരും കാണില്ല, കൂടെ നിൽക്കുന്നവരും തള്ളിപ്പറയും. കാര്യം കൂടെ നിൽക്കുന്നവർ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും, ഞാൻ ഇവരെ ഇപ്പം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവൻ്റെ വിഷയത്തിൽ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എന്നെ ആക്രമിക്കും.
എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആലങ്കാരികമായി പറയുകയാണ്. ഒരു വരി കൂടി പറഞ്ഞു സാർ, ഒരു വരി കൂടെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആണും ആലോചിക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും. എന്തുകൊണ്ടാണെന്നറിയാമോ? ബാക്കിയുള്ളവർ അവിടെയും അസ്പർശ്യത കാണിക്കും, അൺടച്ചബിലിറ്റി കാണിക്കും. അവൻ പീഡകനായി, പിന്നെ അവൻ പീഡകനായി, പോക്സോക്കാരനായി, അവൻ പെർവേർട്ടായി, റേപ്പിസ്റ്റായി, അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി. ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ, ഞാൻ വരാതിരിക്കാൻ, എനിക്ക് 2 ആൺമക്കളാണ്, നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അല്ലെങ്കിൽ വരാതിരിക്കാൻ, ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ്. ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ, നിവിൻ പോളിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസെടുക്കാത്ത എന്താ പോലീസേ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ? സാറേ കള്ളപ്പരാതി ആയിരുന്നില്ലേ, നിങ്ങൾ തെളിയിച്ചില്ലേ, പിന്നെ എന്താ ആ കൊച്ചിനെതിരെ കേസെടുക്കാത്തത്, അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് എന്ന് ചോദിക്കാത്ത എന്താ? നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡംസിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്കോ കിട്ടാൻ പോണത്? ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കരുത്. ഇത് ഇന്ന് ഞാനും നിങ്ങളും മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തുമെന്ന് മറക്കണം. നമ്മൾ ആരും തെറ്റിയോന്ന അർത്ഥത്തിലല്ല, തെറ്റിയണമെന്നില്ലല്ലോ. വ്യാജപരാതി വന്നാൽ പോരെ. നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജപരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കുന്നു. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പം വളരെ സന്തോഷം.